നബിയെ പണക്കാരിൽ നിന്ന് സക്കാത്ത് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. പണക്കാരോട് സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. എന്തിനാണ്? പാവപ്പെട്ടവരുടെ വയറ് നിറയാൻ, പാവപ്പെട്ടവരുടെ വയറ് നിറയാൻ എന്നല്ല അല്ലാഹു അവിടെ പറഞ്ഞത്. നേരെ മറിച്ച് തുതഹിറുഹും ബിഹാ, ആ സക്കാത്ത് കൊടുക്കൽ കൊണ്ട് തങ്ങൾ അവരെ ശുദ്ധീകരിക്കുന്നു നബിയേ. അവരെ ശരീരത്തെ ഹറാമു തിന്നാത്ത ശരീരമാക്കി മാറ്റുന്നു. അവരുടെ സ്വത്തിനെ ഹറാമില്ലാത്ത സ്വത്താക്കി മാറ്റുന്നു. അവരെ സ്വത്തിനെയും അവരെ ശരീരത്തെയുമെല്ലാം ശുദ്ധീകരിക്കുന്നു. ആര്? നബിതങ്ങൾ ശുദ്ധീകരിക്കുന്നു ആ സക്കാത്ത് വഴി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മളെ ശുദ്ധീകരിക്കാൻ ഒരു രാത്രിയിൽ തന്നെ എത്രയോ ലക്ഷം മൈൽസുകൾ, കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്ത് പോയി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ലൗഹും ഖലമും അർശും കുർസിയും എല്ലാം പോയി സ്വർഗത്തിൽ കടന്നു. സ്വർഗത്തിലൊക്കെ സഞ്ചരിച്ചു, അമ്പിയാക്കളുമായി സംസാരിച്ചു, അങ്ങനെ മലായികത്തുമായി സംസാരിച്ചു. ഇതെല്ലാം ചെയ്തു തിരിച്ചു വന്നപ്പോ രാത്രിയിൽ നിന്നുള്ളൊരു ചെറിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. രാത്രിയിൽ നിന്നുള്ളൊരു ചെറിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചതല്ലേ. അങ്ങനെ ലോകത്ത് മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു പ്രത്യേക മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്ത് മിഅ്റാജ് ആണ്. ഈ രണ്ട് മുഅ്ജിസത്ത് ഖുർആനും മിഅ്റാജും മറ്റൊരു നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഒരു വലിയനും കൊടുത്തിട്ടില്ല, ഒരു വലിയനും കൊടുത്തിട്ടില്ല. ഈ രണ്ട് വലിയ മുഅ്ജിസത്ത്, ഈ രണ്ട് മുഅ്ജിസത്ത് ഖുർആനും മിഅ്റാജും മറ്റൊരു നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല.